ഹലോ ഫ്രണ്ട്സ്, ആൻഡ് ബിഗ്രേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാങ്ങ വെച്ചിട്ടുള്ളത് നല്ല ഫ്രഷ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പിടിച്ചതാണ്. ഫ്രഷ് മാങ്ങ വെച്ചിട്ടുള്ളൊരു കിഡിലൻ റിഫ്രഷിങ് ഡ്രിങ്ക് ആണ്. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അതായത് വേറെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും ഇതിലില്ല. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് തന്നെ നമ്മളിത് ചെയ്യാൻ പോണേ. ഇത് നിങ്ങൾ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഈ റെസിപ്പി നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇനി അഥവാ നിങ്ങളിത് മുമ്പ് ചെയ്തിട്ടോ കുടിച്ചിട്ടോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നേരെ ഇത് കമൻറ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമാങ്ങ, പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഒരു റിഫ്രഷിങ് ഡ്രിങ്കിനേക്കാൾ ഉപരി ഒരു നല്ല ആരോഗ്യത്തിന് വളരെ നല്ലൊരു സംഭവമാണ്. അതായത് ഇതിൽ പുളി സംഭവം കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ സംഭവം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മാങ്ങ, പിന്നെ ഒരു ചെറുനാരങ്ങ, പുതിനില, അതുപോലെ തന്നെ നമ്മുടെ മുളക്, ഉപ്പ്, പഞ്ചസാര സംഭവം കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് മാങ്ങയുടെ തൊലി അങ്ങോട്ട് നമ്മൾ പൊളിച്ചങ്ങോട്ട് കളയുക. തൊലി പൊളിച്ച് കളയുക, മൊത്തത്തിൽ അങ്ങോട്ട് കുട്ടപ്പനാക്കി എടുക്കുക നമ്മുടെ മാങ്ങേനെ. ഞാനിവിടെ ഒരു മാങ്ങയായിട്ട് എടുക്കണുള്ളൂ, ഒരു വലിയ മാങ്ങയാണ്. ഇതിൽ ഈ ഒരു മാങ്ങ കൊണ്ട് നമുക്ക് 2 ഗ്ലാസ് ജ്യൂസൊക്കെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മാങ്ങ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പഞ്ചസാര വളരെ കുറച്ച് ചേർക്കണതായിരിക്കും നല്ലത്, കാരണം ശരീരത്തിന് പഞ്ചസാരയ്ക്ക് നല്ലതല്ല. പിന്നെ അത് കൂടാണ്ട് തന്നെ നമ്മുടെ ഈ റിഫ്രഷിങ് ഡ്രിങ്കിന് പഞ്ചസാര കുറച്ച് കുറഞ്ഞു എന്ന് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മാങ്ങയുടെ തൊലി സ്പീഡിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് നമ്മുടെ മാങ്ങയുടെ തൊലി മൊത്തം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അരിഞ്ഞ് കഴിഞ്ഞ മാങ്ങ നമ്മളിത് അടിക്കാനായിട്ട് നമ്മുടെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മാങ്ങ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നാരങ്ങ നമ്മളിപ്പോൾ ഇടാനല്ല കേട്ടോ, നാരങ്ങ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. അതൊരു സ്പെഷ്യൽ സാധനമാണ്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞുതരാം. പിന്നെ ചെറിയൊരു പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ചേർക്കണുണ്ട്. പച്ചമുളക് നമുക്ക് വീണ്ടും ഇടണം, അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയൊരു പച്ചമുളക് ചേർക്കണമല്ലോ. പിന്നെ 2 പുതിനയില, പിന്നെ ആവശ്യത്തിനല്ല ഒരു 3 ടീസ്പൂൺ പഞ്ചസാര. 3 ടീസ്പൂൺ ഇടണമെന്നില്ല, കാരണം ഇവിടുത്തെ മാങ്ങയ്ക്ക് അത്യാവശ്യം പുളി ഉള്ളതുകൊണ്ട് നമ്മൾ 3 ടീസ്പൂൺ ഇടണേ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഈ ഒരു മാങ്ങയുടെ കഷ്ണങ്ങളിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ ഒഴിച്ചാൽ ബോറാവും. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തോ, കുഴപ്പമില്ല. ഇനി നമുക്കിത് ഇതുപോലെ അങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുത്ത ജ്യൂസ് നമുക്കിത് ഇതുപോലെ അങ്ങോട്ട് അരിച്ചെടുക്കാം. അരിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, അരിച്ചില്ലെങ്കിലും വലിയ സീനൊന്നുമില്ല. ഞാൻ അവിടെ അരിച്ചെടുക്കണുണ്ടെന്നുള്ളൂ. പിന്നെ ഇത് എന്തിനാ നാരങ്ങാന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നാരങ്ങ ജസ്റ്റ് ആ ഒരു ഏറ്റവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത കഷ്ണം വീണ്ടും നമുക്കൊന്ന് 2 കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസിനാണെങ്കിൽ ഇതൊക്കെ മതിയാവും, ഇതിൻ്റെ ചെറിയൊരു കഷ്ണം മതിയാവും. ആ കഷ്ണം നമ്മളൊരു ഗ്ലാസ്സിൽ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പുതിനയില കുറച്ച്, പിന്നെ ഒരു മുളക് മൊത്തം ഉണ്ടാകും. നമ്മൾ നേരത്തെ ഓൾറെഡി ഇട്ടാണ് കാരണമുണ്ട്, അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ഇട്ടാൽ മതി, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ നേരത്തെ അടിച്ചു വെച്ചാണ് ജ്യൂസ് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നത്. അതായത് ഇത് നന്നായിട്ടൊന്ന് കുലുക്കിയടിച്ചാൽ എൻ്റെ മോനെ പവറാണ്. ഇത് നന്നായിട്ടൊന്ന് കുലുക്കിയടിക്കാട്ടാ. ഞാനത് ഫസ്റ്റ് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണേ. അടിപൊളിയായിട്ട് കുലിക്കേണ്ട 5-6 സെക്കൻഡ് ഇങ്ങോട്ട് കുലിക്കാൻ മതി, സംഭവം സെറ്റാവും. കുലുക്കി കഴിഞ്ഞാൽ എൻ്റെ മോനെ സാധനം ഇങ്ങോട്ട് തുറന്നാണ്ടില്ല. അടിപൊളി സംഭവം. കുടിച്ചു നോക്കി ഞാൻ, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നോണ പറയണതല്ല, സത്യമായിട്ട് നല്ലൊരു എനർജി ഡ്രിങ്ക് തന്നെയാണ്. കാരണം നമ്മൾ വെയിൽത്തുനിന്നൊക്കെ കയറി വരുമ്പോഴുണ്ടല്ലോ ഈ സാധനങ്ങൾ കയറ്റിയാൽ പിന്നെ വേറെ ലെവലിൽ ചില്ലായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ഈ നാരങ്ങയുടെ ഒരു കഷ്ണം വേണമെങ്കിൽ വെറും ഷോയാണ്, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് സാധനം മുറിച്ച് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ മുളകിനെ മറക്കരുതല്ലോ, മുളക് ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ 2 ഇങ്ങനെ കീറിയിട്ട് അതും അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ സംഭവം കാണാൻ മൊഞ്ചായി, കുടിക്കാൻ നല്ല ടേസ്റ്റായി. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായി. കാരണം അടിപൊളി ടേസ്റ്റാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതങ്ങോട്ട് കയറ്റി കഴിഞ്ഞിട്ടില്ല, നമ്മൾ വേറെ ലെവലിൽ എനർജി നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ.